വഹിയിലൂടെ കിട്ടിയ വിവരം എന്നോണം റസൂലുള്ള പറയുകയാണ്. ഇത് സ്വഹാബത്ത് പലരും കേട്ടു. മുനാഫിക്കുകൾക്കൊരു ഡൗട്ട്, ഓ ഇതെന്താ ഇങ്ങനെ? അല്പം കഴിഞ്ഞപ്പോ പല സ്വഹാബത്ത്, എന്റെ പാത്രം കാണാനില്ല, എന്റെ ഡ്രസ്സ് കാണാനില്ല, എന്റെ ബക്കറ്റ് കാണാനില്ല, എന്റെ ഒട്ടകത്തെ കാണാനില്ല, ഓരോരുത്തർക്കും പലതും കാണാനില്ലാത്ത കേസ് പലതും തരികയാണ്. കൂട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ എന്റെ ഒട്ടകവും കാണാനില്ല, നിങ്ങൾ തെരഞ്ഞോളൂ. പുഴക്കരകി മദീനത്ത് മരിച്ച വിവരം മുഹമ്മദ് പറഞ്ഞു അല്ലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്തോ സ്വന്തം ഒട്ടകം നഷ്ടപ്പെട്ടിട്ട് അതെവിടെയാണെന്ന് അറിയാൻ വയ്യ. ഈ വിവരം സുന്നികളായ സ്വഹാബത്ത് കേട്ടപ്പോ ഒരു വിഷമം. അവർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളെപ്പറ്റി ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ആ മലയുടെ ചെരുവിൽ ഒരു ചെറിയ മുള്ളിന്റെ കാട്ടിൽ ഈ ഒട്ടകത്തിന്റെ മൂക്ക് കയറി കുടുങ്ങി കിടപ്പുണ്ട്, പെട്ടുപിടിച്ചോളൂ. സുബ്ഹാനല്ലാഹ്. കാലാവസ്ഥ നിരീക്ഷകരുടെ പ്രവചനം പോലെയൊന്നുമല്ല, കറക്റ്റ് സ്പോട്ട്. റസൂലുള്ള പറഞ്ഞെടുത്ത് സാധാ. അതെന്ത്? അത് ആദ്യം ഒന്നുകിൽ അത് ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്തിട്ടില്ല, ഇൽത്തിഫാത്ത് ചെയ്തിട്ടില്ല. അല്ലെങ്കിലോ സ്വഹാബത്ത് ഖിദ്മത്തെടുത്തിട്ടവർക്ക് കൂലി കിട്ടട്ടെ, അല്ലെങ്കിലോ നിങ്ങൾക്കൊക്കെ വന്ന നഷ്ടത്തിന്റെ കൂട്ടത്തിൽ എനിക്ക് നഷ്ടമുണ്ട്, സ്വഹാബത്തെ സമാധാനിപ്പിക്കാൻ റസൂലിന്റെ ശരീഅത്ത് പഠിപ്പിക്കാൻ വന്ന ആളാ. അപ്പൊ എല്ലാം മോചിയത്തെ കറാമത്തനുസരിച്ച് ഞങ്ങൾ ചെയ്തേക്കാണ്. ഞാൻ ചോദിക്കട്ടെ, മലഞ്ചെരുവ് റസൂലുള്ളാഹി തങ്ങൾ തളച്ചിടുമ്പോ ഭക്ഷണം കിട്ടാതെ വിഷമിച്ച റസൂലുള്ളാഹി വൃക്ഷത്തിന്റെ ഇല തിന്നേണ്ടി വന്നില്ലേ? അതേ റസൂലുള്ളാഹി 5 പേർക്കുള്ള ഭക്ഷണം ആയിരക്കണക്കിന് പേർക്ക് കൊടുത്തില്ലേ? എന്തേ റസൂലുള്ളാഹിക്ക് ചെയ്തുകൂടായിരുന്നോ? ഇത് ശരീഅത്ത് പഠിപ്പിക്കാനും മാതൃക കാണിക്കാനും വന്ന നബി. അത് ആരാ നബിത്തങ്ങളെന്ന് ആദ്യം പഠിക്കണം. അതറിയില്ല. സത്യത്തിൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോ വളരെ വിഷമം പിടിച്ചൊരുപാട് ആശയങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ആക്ഷേപമായിട്ട് തോന്നരുത്. കാരണോ അറിയാത്ത കുറെ ആളുകൾ ഇതിൽ കൂടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ജുബ്ബയല്ലേ, താടിയല്ലേ, തൊപ്പിയല്ലേ, അറാക്കൽ. ഓ നിനക്കറിയില്ലേ അബൂബക്കറിനെ കുറിച്ച്? അവൻ എത്ര 40 വർഷം വാള് വെച്ചിട്ടും 40 വർഷം മഹല്ല് സെക്രട്ടറി ആയിട്ടും താടിയിൽ ഒരു രോമം പോലും കിളിർത്തിയിട്ടില്ല. 40 ദിവസം ഇവരെ കൂടെ പോയി വന്നപ്പോഴേക്ക് പള്ളിയിലെ കാളിയേക്കാൾ വലിയ താടി. അൽഹംദുലില്ലാഹ്, നന്നായില്ലേ? മറ്റവർ കള്ളുഷാപ്പിൽ എണീറ്റ ടൈമുണ്ടോ? ഇപ്പോൾ അതേ സമയത്ത് മുഅദ്ദിൻ ബുദ്ധിമുട്ടുകൾ. എന്തേ? ഇയാളൊന്ന് ഇത്തികാഫ് മതിയാക്കി എനിക്ക് കഥ കടിച്ച് വീട്ടിൽ പോകാമായിരുന്നല്ലോ. ആ രൂപത്തിൽ പള്ളിയിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ്, നന്നാവല്ലേത്? 1000 മുടക്കിയിട്ട് ജീൻസും പാൻസും ഷർട്ടും വാങ്ങുമ്പോഴും 10 രൂപ മുടക്കിയിട്ട് കർച്ചീഫ് പോലും വാങ്ങൂല. എത്ര ഉസ്താദുമാർ വാങ്ങു പറഞ്ഞു. ഇപ്പൊ അതേ സമയത്ത് തലയെല്ലാം നന്നാക്കിയിട്ട് അവന്റെ തലയിൽ നിന്ന് കുളിക്കുന്ന സമയത്തല്ലാതെ തൊപ്പി പോയ ടൈമില്ല. അത് തന്നെ ചിലപ്പോൾ അബദ്ധത്തിലൊക്കെ മറന്നുകൊണ്ട് തൊപ്പിയിലെ മേലെ വെള്ളം ഒഴിക്കാറുണ്ട്. അല്ല, അതായത് നന്നാവുന്ന രൂപ ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. കാലത്ത് എണീറ്റിട്ട് ഒറ്റ പ്രാവശ്യമെങ്കിലും പേസ്റ്റ് ഇട്ടുകൊണ്ട് ഒന്ന് പല്ല് തേച്ച് കിട്ടാൻ വേണ്ടി ഭാര്യ വിളിക്കാത്ത നേർച്ചക്കാരില്ല. കാരണം പൊതുവെ പല്ല് തേക്കാതിരിക്കുക വീടി വലിക്കുന്ന ആളും കൂടെയാണെങ്കിൽ പറയാൻ വേണ്ട ഇടങ്ങേറ് മുഴുവനും ഭാര്യക്കുണ്ടാവുക അല്ലെ? നിങ്ങൾ ഈ പല്ല് തേച്ച് ഇപ്പൊ അതേ സമയത്ത് അറാക്കിന്റെ കുറ്റി പോക്കറ്റിൽ കൊണ്ടു നടന്ന് നിസ്കരിക്കുമ്പോഴേക്ക് പല്ല് തേച്ചിട്ട് ഇപ്പുറത്തുള്ളവരും കൂടെ ബാത്തിലാകുന്ന കോലത്തിലാണ്. സുബ്ഹാൻ, നല്ലതാണ്, എല്ലാം നല്ല പ്രവർത്തനം. അപ്പൊ ഇത്രത്തോളമൊക്കെ നന്മ ചെയ്യുന്ന ആളുകൾ ഇവരെ നിങ്ങൾ വിമർശിച്ചാലോ? അതാ ഞാൻ പറയുന്നത്. ഇത് മാത്രം കണ്ട് അവരെ കൂടെ കൂടിയ ആളുകൾ ഏതുപോലെ നിങ്ങൾ മുജാഹിദിൽ ചില ആളുകൾ കൂടുതൽ എങ്ങനെയാ? അവർക്ക് ഫിത്ർ സക്കാത്തിന്റെ അരി കൂടുതൽ കിട്ടും. നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ അരിയാ കൊടുക്കുക, അവർ ഫിത്ർ സക്കാത്തിന്റെ കിറ്റാ കൊടുക്കുക. വ്യത്യാസമുണ്ട്. അവർ ജുമുഅയും നമുക്ക് ജുമുഅയും ഖുത്ബയും അവർക്ക് ഈ മീറ്റിംഗും പ്രസംഗവും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കും, അവന്മാർ ഫിത്ർ സക്കാത്തിന്റെ കിറ്റ് കൊടുക്കും. എന്ത്? 5 കിലോ ബിരിയാണിയുടെ അരി, 1.5 കിലോ സവാള, 1/2 കിലോ ഡാൽഡ, 250 RKG, ഇതെല്ലാം പാടെ മിക്സ് ആക്കിയിട്ടാ കൊടുക്കുക. അപ്പോ അതിനുവേണ്ടി മുജാഹിദായവർ. പിന്നെ ചിലരുണ്ട് സ്ത്രീധനം കൊടുക്കാതെ മക്കൾ വിവാഹം കഴിയുമെന്ന് മനസ്സിലാക്കി കൂടുന്ന പെൺപിള്ളേരുള്ളവർ രക്ഷപ്പെടാൻ വേണ്ടി മുജാഹിദാക്കുന്ന ആളുകൾ. അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും കുടുങ്ങാറുണ്ട്.
ഇങ്ങനത്തെ ആളുകൾ അങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇവിടെ പരിസരത്ത് പല ആളുകൾ ഇപ്പൊ ഇങ്ങനെ മുജാഹിദ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ തെബിലീഗിൽ പോയ ആളുകൾ തന്നെ ഇപ്പം മുജാഹിദാണ്. ഇനിയിപ്പോ എങ്ങോട്ടാ പോകും അല്ലാഹു അലം. അതങ്ങനെയാണ് സ്വാഭാവികമായിട്ട്. ആദ്യം ഒരു പനി പിടിച്ചു. ആ പനിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്നാൽ പിന്നെ പറയും ടൈഫോയിഡ് ആയിട്ടുണ്ട്. ടൈഫോയിഡ് മുത്ത് അയ്യോ മഞ്ഞപ്പിത്തായിട്ടുണ്ട് പോലും സുബ്ഹാനല്ലാഹ്. പിന്നെ അത് ലിവറിന് ബാധിച്ചു. പിന്നെ അത് അങ്ങനെ അങ്ങ് കേട് തീർന്ന് ആഖിറത്തേക്ക് പോകാനുണ്ടാവുക. ഇതേപോലെ പല സ്ഥലത്തും കാറ്റടിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആശയം തുറന്നു പറയാൻ തുടങ്ങും. പിന്നെ മുജാഹിദാവും രക്ഷപ്പെടാതിരിക്കുമ്പോൾ ജമാഅത്താവും ചിലപ്പോൾ ഇലക്ഷൻ സ്ഥാനം കിട്ടുമ്പോൾ അത് കഴിഞ്ഞ നിസ്കാരം ലാഭിക്കാൻ പിന്നെ ചേകനൂരാകും. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോക്കാൻ. അങ്ങനെ ചില ആളുകൾക്ക് ഞാൻ പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ചിലപ്പോൾ ചോദ്യമാരുമാരൊക്കെ ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്നാണ് കേൾവി. ഏതായിരുന്നാലും അറിയാത്ത ആളുകൾ വിചാരിക്കും സത്യമാണ്. നിങ്ങൾ വിചാരിക്കും മുജാഹിദ് കൂടുന്നതൊക്കെ നിങ്ങൾ പറയല്ലേ അത് അല്ല. സാക്ഷാൽ മുജാഹിദിന്റെ മൗലവിയുണ്ട്, അബ്ദുൽ ലത്തീഫ് മൗലവി. അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ സ്ത്രീധനത്തിന്റെ ലാഭം നോക്കിയിട്ടൊക്കെ ചില മുജാഹിദായന്മാരുണ്ട്. കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം പറഞ്ഞോട്ടെ. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് ഇപ്പൊ ചില ആൾക്കാർക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്താ ജമാഅത്ത് എന്താ അറിയില്ല. എന്താ കാരണം അറിയോ? ചില മുജാഹിദീങ്ങൾ മുജാഹിദാണ് എന്നറിയുള്ളൂ. പിന്നെ ഞങ്ങളെ കുറ്റപ്പെട്ടല്ലോ. ചിലപ്പോൾ ഇയാളെ വിളിച്ചിട്ട് ഇയാൾ ഇപ്പൊ നമ്മളെ പറയാനാണ്. ചില മുജാഹിദീങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട്. മലയാളത്തിലെ ഖുത്ബ പള്ളിയിൽ പോവുക, 8 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുക, ബിസ്മി ഒക്കോലാണൊക്കെ മുജാഹിദായി. ഈ 3 കാര്യത്തിൽ മുജാഹിദായ ചില ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ പെൺകുട്ടികൾ 3-4 ഓനും മുജാഹിദാവും. എന്താ കാരണം? ഇതൊക്കെ ഒന്ന് കഴിച്ചിലായി കിട്ടണം. മറ്റുള്ള കൂടുതൽ കൂടി ആ മോനെ ജമ്മത്ത് കഴിച്ചിലാവില്ല. അപ്പോ ഇത് ഒറിജിനൽ മുജാഹിദിന്റെ മൂലം പറയാൻ കണ്ടോ നിങ്ങൾ. പക്ഷെ അത് അറിയാതെ പറഞ്ഞു പോവാണ്. മുൻപൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾ പോയി പോകുന്നത് മുസ്ലിയാക്കന്മാർ വെറുതെ മലബാറിനൊക്കെ വന്നിട്ട് വെറുതെ പറയുന്നതാ. അത്രയൊന്നും കാണൂല, കുറച്ചെന്തോ ഉണ്ടാകും. അത് അവരെ വക മോഡിഫൈ ചെയ്ത് ഒന്നുകൂടെ കൂട്ടും. ഇപ്പൊ LCD ഇങ്ങോട്ട് വന്നതോടുകൂടെ യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോൾ ഈച്ച പട്ടിണിയായി പോയി എന്ന് പറഞ്ഞതുപോലെ ഇത് വന്നതോടുകൂടെ നിഷേധിക്കാൻ കഴിയാതെ മൗലവിമാർ കുടുങ്ങിയിട്ടുണ്ട്. സത്യതാണ്. അതായത് കളവ് പറയുന്ന ആളുകൾ മാഷറിയിൽ വരുമ്പോ അവരുടെ കളവുകൾ നിഷേധിക്കുന്ന അപ്പൊ അവന്മാരുടെ കിതാബുകൾ കയ്യിൽ കൊടുത്തിട്ട് വായിക്കാൻ പറയുമ്പോഴാണ് മാലി ഹാദൽ കിതാബു ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഇത് അവന്മാർ അവിടെ നിന്ന് പറയുന്ന ഈ ക്ലിപ്പ് ഇങ്ങനെ കേൾക്കുമ്പോ തബ്ലീഗ് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദൊക്കെ പറയുന്ന വാക്ക് അതാണ്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. എല്ലാം അതിനകത്തുണ്ടല്ലോ റബ്ബേ. നിങ്ങൾ ഓരോന്നും ഇങ്ങനെയാണ്. കാരണം പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവന്മാർ ചിന്തിക്കൽ വേണ്ടത് ചിന്തിച്ചിട്ട് പറയല. ഇവർ പറഞ്ഞ ശേഷം ചിന്തിക്കല. ഈ തഖദീമു തഅഖീറിന്റെ മാറ്റം അത് വലിയ മാറ്റം. അതുകൊണ്ടല്ല ഹബീബ നബിത്തങ്ങളെ കുറിച്ചടക്കം ഇവർ നേതാക്കന്മാർ പറഞ്ഞിട്ട് വളരെ ഗുരുത്തം കെട്ട് വാക്ക് പറഞ്ഞില്ലേ. സുലൈമാൻ ഉസ്താദ് അത് പ്രകാരം അത് ഇക്കാറ്റ് ചെയ്യാൻ പോലും പാടില്ല എന്നുള്ളത്. പക്ഷേ ഗൗരവം മനസ്സിലാക്കാൻ ഇനിയിപ്പോ തബ്ലീഗ് നല്ലതല്ല, എന്നപ്പോ മുജാഹിദ് പോയി പോവാ വേണ്ട. അതൊന്നും മുള്ള് മറ്റത് മുരിക്ക്, രണ്ടും ഇരിക്കാൻ പറ്റിയ മരമല്ല, രണ്ടും മുള്ള. അതുകൊണ്ട് അത് എത്രത്തോളം അവന്മാർ റസൂലുള്ളാഹിനെ മോശമാക്കി എന്ന് മനസ്സിലാക്കാൻ അതുകൂടെ ഒന്ന് കേട്ടോളൂ. ആ റസൂലുള്ളാഹി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ബാപ്പ മരിച്ചുപോയി, ഭൂതലം പൊട്ടുവിരിഞ്ഞു പിതാവ് എന്ന് പറഞ്ഞ് ചെറുപ്പത്തിൽ പിതാവിന് ഉമ്മയും മരിച്ചുപോയി. അങ്ങനെ കഫാറത്ത് ഏൽക്കുന്നവരൊക്കെ കുടുങ്ങി. റസൂലുള്ളാഹി തങ്ങളെ ഉപമിച്ചുകൊണ്ട് പറയുന്ന വാക്കാണെങ്കിലും പൊതുജനം കേൾക്കുമ്പോൾ അന്യ മതസ്ഥർക്കിടയിൽ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഹബീബുനാ വ ഹബീബുല്ലാഹി മുഹമ്മദ് മുസ്തഫ ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ എത്ര വിഷമമുണ്ടാകും ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അല്ലേ? പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ. അറിഞ്ഞാല് ഇതാ ആളില്ലേ നമ്മൾക്കുള്ളതൊക്കെ. ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം ഇവ ഉണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്.